നമസ്കാരം. കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തിയത് ഗൗരവത്തിൽ എടുത്തിരിക്കുകയാണ് കേരള പോലീസ്. നിലവിൽ റെയിൽവേ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. പച്ചാളം പാലത്തിന് സമീപമാണ് ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തിയത്. റെയിൽവേ പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളും ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിലുള്ള ദിവസമാണ് സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തിലാണ് കേരള പോലീസ് ഇതിനെ കാണുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 ട്രാക്കിന്റെ നടുവിലായാണ് ആട്ടുകല്ല് കണ്ടത്. ഈ സമയം ഇതുവഴി കടന്നുപോയ മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് കല്ല് ട്രാക്കിൽ കിടക്കുന്നത് ശ്രദ്ധിച്ചത്. തുടർന്ന് RPFനെയും റെയിൽവേ പോലീസിനെയും വിവരം അറിയിക്കായിരുന്നു. സംഭവം അട്ടിമറി ശ്രമമാണോ എന്നടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനിടെ പുലർച്ചെ 2 മണിയോടെ ഒരു സംഘം ഇവിടെ വാഹനത്തിൽ വന്നിരുന്നതായി സമീപവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആട്ടുകല്ല് ഏറെ കാലമായി റെയിൽവേ ട്രാക്കിന് സമീപത്തെ താഴ്ചയിലാണ് ഉണ്ടായിരുന്നത്. ഈ ആട്ടുകല്ലാണ് ട്രാക്കിൽ കണ്ടെത്തിയതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ആരോ മനഃപൂർവ്വം കൊണ്ടിട്ടതാണ് എന്ന് വ്യക്തമാണ്. ആട്ടുകല്ലിന് അധികം വലിപ്പമില്ലാത്തതിനാൽ ട്രെയിൻ അതിനു മുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ട്രാക്കിന്റെ വശങ്ങളിലാണ് ആട്ടുകല്ല് വച്ചിരുന്നതെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കുമായിരുന്നു. ട്രാക്കിന്റെ നടുവിൽ ഇത്തരമൊരു ഭാരമേറിയ വസ്തു കൊണ്ടുവന്ന് വച്ചതിൽ ദുരൂഹത ഉണ്ട് എന്ന് വ്യക്തമാണ്. ഇതിന് സമീപത്ത് നായ ചത്തുകിടക്കുന്നുണ്ട്. ജഡം ചിന്നിച്ചെതറിയ നിലയിലായിരുന്നു. ട്രെയിൻ തട്ടിയാണോ നായ ചത്തതെന്നും പരിശോധിക്കുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. രാത്രിയിൽ ആരോ പ്രദേശത്ത് ജീപ്പിൽ വന്നിരുന്നു എന്നും റോഡിലൂടെ എന്തോ വലിച്ചു കൊണ്ടുപോകുന്ന ശബ്ദം കേട്ടിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ആട്ടുകല്ല് താത്കാലികമായി ട്രാക്കിൽ നിന്ന് സമീപത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. നേരത്തെ താഴെ കിടന്നിരുന്ന ആട്ടുകല്ല് ജീപ്പിലെത്തിയ ആളുകൾ ട്രാക്കിൽ കൊണ്ട് ഇടുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. രാത്രി 2 മണിയോടെ കമ്പിപ്പാര വലിച്ചുകൊണ്ടു പോകുന്നതിന്റെയും ഗേറ്റിൽ അടിക്കുന്നതിന്റെയും ശബ്ദം കേട്ടിരുന്നുവെന്നും അവർ പറയുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാകും അന്വേഷണം നടക്കുക. ഒറ്റപ്പാലം റെയിൽവേ പാളത്തിൽ 5 ഇരുമ്പ് ക്ലിപ്പുകൾ സ്ഥാപിച്ച് ട്രെയിനുകൾ അട്ടിമറിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് ശ്രമം നടന്നിരുന്നു. വടക്കൻ കേരളത്തിൽ പലപ്പോഴും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായി. പക്ഷേ ഇതിന് പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. തുടരെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പാലം ലക്കിടി സ്റ്റേഷനുകൾക്കിടയിലും മായന്നൂർ മേൽപ്പാലത്തിന് സമീപവുമാണ് 5 ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തിയത്. അത് തീർത്തും അസ്വാഭാവികമായിരുന്നു. ഇതിന് കുറച്ച് ദിവസം മുമ്പ് വളപട്ടണത്ത് റെയിൽവേ പാളത്തിൽ സിമന്റ് കട്ട വെച്ച് തീവണ്ടി അട്ടിമറിക്കാൻ ശ്രമം നടന്നിരുന്നു. അന്ന് പുലർച്ചെ 1:54 വളപട്ടണം സ്റ്റേഷൻ എത്തുന്നതിന് 50 മീറ്റർ മുമ്പ് കൊച്ചുവേളി ഭവ്നഗർ എക്സ്പ്രസ് ആടിയുലഞ്ഞു. വലിയ ശബ്ദം കേട്ട് ലോക്കോ പൈലറ്റ് വളപട്ടണം സ്റ്റേഷനിൽ വണ്ടി നിർത്തിയ വിവരം സ്റ്റേഷൻ അധികൃതരെ അറിയിച്ച് യാത്ര തുടരുകയായിരുന്നു. തുടർന്ന് പാളത്തിൽ നടത്തിയ പരിശോധനയിലാണ് സിമന്റ് മൂടി പാളത്തിൽ ചിതറിയ നിലയിൽ കണ്ടത്. റെയിൽവേ എർത്തിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ബോക്സ് ചേംബറിന്റെ സിമന്റ് മൂടിയാണ് പാളത്തിൽ വച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വളപട്ടണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ ആക്ട് പ്രകാരം തീവണ്ടി അട്ടിമറിക്കുള്ള സാധ്യത അങ്ങനെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന സിമന്റ് മൂടി പാളത്തിലേക്ക് എത്തിച്ചു. അതെങ്ങനെയാണ് എത്തിച്ചതെന്ന് അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. തീവണ്ടിക്ക് കല്ലേറ് നടക്കുന്ന പ്രത്യേക സ്പോട്ടുകളായി ഇന്റലിജൻസ് കണ്ടെത്തിയ മേഖലയാണ് വളപട്ടണം പപ്പിനിശ്ശേരി. ഇതിന് 1 വർഷം മുമ്പ് സമാനമായ സംഭവം വളപട്ടണത്ത് നടന്നിരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിനടക്കം ഇവിടെ കല്ലേറുണ്ടായി. ഇത്തരം അട്ടിമറി ശ്രമങ്ങളൊന്നും വ്യക്തമായ അന്വേഷണം നടക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇതിനിടെയാണ് കൊച്ചിയിലും ആട്ടുകൽ അട്ടിമറി ശ്രമം നടന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ TV.